ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി. An initially neutral metal sphere loses some electrons. Which of the following correctly represent the resulting charge and the reason for this charge? അതായത് ഇവിടെ പറയുന്നത്രേ ഉള്ളൂ. നമുക്ക് എന്താണ് ഇനീഷ്യലായിട്ട് നമുക്കൊരു ന്യൂട്രൽ മെറ്റൽ സ്പിയർ ആണ് ഉള്ളത്. ഈ ന്യൂട്രൽ മെറ്റൽ സ്പിയർ എന്ന് വെച്ചാൽ എന്താണ്? ഈ ന്യൂട്രൽ എന്ന് വെച്ചാൽ എന്താ? ന്യൂട്രൽ എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഈക്വൽ എമൗണ്ട് ഓഫ് ഇലക്ട്രോൺസും ഈക്വൽ എമൗണ്ട് ഓഫ് പ്രോട്ടോൺസും കാണും. സിമ്പിളായിട്ട് പറഞ്ഞാൽ അതിൻ്റെ ഇലക്ട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയും എണ്ണം അതിൻ്റെ അകത്ത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെയുള്ളൊരു മെറ്റൽ സ്പിയറിന് എന്ത് പറ്റി? കുറച്ച് ഇലക്ട്രോൺസിന് എന്തായി? ലോസ്റ്റ് ആയി, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി കുറച്ച് ഇലക്ട്രോൺസിന്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ടിങ് ചാർജ് ആൻഡ് അതിനുള്ള റീസൺ എന്താണെന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്താണ് അതിൻ്റെ ആൻസർ എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ് ഒരു ന്യൂട്രൽ ചാർജ് എന്ന് പറയുകയാണെങ്കിൽ അതിന് ഈക്വൽ എമൗണ്ട് ഓഫ് ഇലക്ട്രോൺസും പ്രോട്ടോൺസും കാണും. ആ പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവും ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവും ആയിരിക്കും. അതായത് ഒരു ന്യൂട്രൽ സ്പിയറിൻ്റെ അകത്ത് എന്താണ് 7 പ്രോട്ടോൺസും 7 ഇലക്ട്രോൺസും ഉണ്ടെന്ന് വിചാരിക്കുക. ആൻഡ് അതിൻ്റെ അകത്തുനിന്ന് എന്താണ് ഒരു പ്രോട്ടോണിന് എന്താണ് പ്രോട്ടോൺ അല്ല ഒരു ഇലക്ട്രോൺ. ഓക്കെ, ഒരു ഇലക്ട്രോണിന് അതിനെന്താണ് നഷ്ടപ്പെട്ടു. അപ്പോൾ എത്ര ആയിരിക്കും? 6 ആയിരിക്കും അവിടെയുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. അവിടെ കൂടുതൽ ആരായിരിക്കും? പ്രോട്ടോൺസ് ആയിരിക്കും അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. വെൻ എ മെറ്റൽ സ്പിയർ ലോസസ് ഇലക്ട്രോൺസ് ഇറ്റ് ഹാസ് മോർ പ്രോട്ടോൺസ് ദാൻ ഇലക്ട്രോൺ. അതായത് ഒരു മെറ്റൽ സ്പിയറിന് ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതലുള്ളതായിരിക്കും ഇവിടെ പ്രോട്ടോൺസ് ആയിരിക്കും. ആ ഒരു പ്രോട്ടോണിൻ്റെ ചാർജ് എന്ന് പറയുന്നതായിരിക്കും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ഏതാണ്? പോസിറ്റീവ് ചാർജ് ഡ്യൂ ടു ലോസ് ഓഫ് ഇലക്ട്രോൺ, നെഗറ്റീവ് ചാർജ് ഡ്യൂ ടു ലോസ് ഓഫ് ഇലക്ട്രോൺ, പോസിറ്റീവ് ചാർജ് ഡ്യൂ ടു ഗെയിൻ ഓഫ് ഇലക്ട്രോൺ, നെഗറ്റീവ് ചാർജ് ഡ്യൂ ടു ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. ഇതിലേതാണ് കറക്റ്റ്? ഓപ്ഷൻ എ ആണല്ലേ കറക്റ്റ്. ഏതാണ്? പോസിറ്റീവ് ചാർജ് ഡ്യൂ ടു ലോസ് ഓഫ് ഇലക്ട്രോൺ. കാരണം എന്താണ്? നമ്മുടെ ഈ ഒരു സ്പിയറിന് എന്തായിരുന്നു? ഫസ്റ്റ് അത് ന്യൂട്രൽ ആയിരുന്നു, ദെൻ അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ഇലക്ട്രോൺസിനെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഏറ്റവും കൂടുതലുള്ളത് പ്രോട്ടോൺസ് ആയി. ആ ഒരു പ്രോട്ടോൺസിൻ്റെ ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അത്രേ ഉള്ളൂ.